എല്ലാവർക്കും നമസ്കാരം. വാണിജ്യാടിസ്ഥാനത്തിൽ പ്ലാവ് കൃഷി ചെയ്യുന്നത് ലാഭകരമാണ്. അപ്പോൾ അങ്ങനെ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സ്വീകരിക്കേണ്ട ശാസ്ത്രീയ രീതികൾ എന്തൊക്കെയാണ് നോക്കിയാലോ. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ചക്കപ്പഴത്തിന് മാത്രമല്ല, പച്ചച്ചക്കയ്ക്കും ഇടിച്ചക്കയ്ക്കും ചക്കക്കുരുവിന് പോലും നല്ല ഡിമാൻഡുള്ള ഒരു കാലമാണ്. ഇവയിൽ നിന്നെല്ലാമുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ മാത്രം പ്രതിവർഷം 200 കോടി രൂപയിലധികം വിറ്റുവരവുള്ള വലിയൊരു വ്യവസായമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ സാധ്യതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മികച്ച ഇനങ്ങൾ നമുക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ നട്ടുപിടിപ്പിക്കാം. പെട്ടെന്നുള്ള വിളവാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ വിദേശ ഇനങ്ങളായ J33, വിയറ്റ്നാം സൂപ്പർ എർലി, കംബോഡിയൻ ഓറഞ്ച്, ഡങ്സൂരിയ തുടങ്ങിയ ഇനങ്ങൾ നട്ടുപിടിപ്പിക്കാവുന്നതാണ്. ഇവയിൽ നിന്നെല്ലാം 2 മുതൽ 3 വർഷം തന്നെ വിളവെടുക്കാൻ തുടങ്ങാവുന്നതാണ്. അതല്ല, ആയുർദൈർഘ്യമുള്ള നാടൻ ഇനങ്ങളാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ സിന്ദൂർ വരിക്ക, തേൻ വരിക്ക, മുട്ടൻ വരിക്ക പോലുള്ള ഇനങ്ങൾ നട്ടുപിടിപ്പിക്കാം. ഒരു 5 മുതൽ 6 വർഷം വരെ എടുക്കും ഈ ഇനങ്ങളൊക്കെ ഇവയുടെ എല്ലാം ചെറുത് മുതൽ കായ്ക്കാൻ തുടങ്ങിയ തൈകൾ വരെ നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ്. പ്ലാവ് നടുമ്പോൾ 30 അടി അകലത്തിൽ നടാൻ ശ്രദ്ധിക്കണം. അതുപോലെ പ്രൂൺ ചെയ്ത് പടർന്നു നിർത്തുവാണെങ്കിൽ അത് വിളവെടുപ്പ് എളുപ്പമാക്കും. പ്രത്യേകിച്ചും വിദേശ ഇനങ്ങൾ നടുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പ്ലാവിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് ചക്കകളുടെ എണ്ണം ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ തടി മൂക്കുന്നതനുസരിച്ച് മാത്രമേ കൂടുതൽ ചക്ക അത്തെ പിടിപ്പിക്കാവുള്ളൂ. ഒരു ഞെട്ടിൽ ഏറ്റവും ആരോഗ്യമുള്ളൊരു ചക്ക നിർത്തിയിട്ട് ബാക്കിയുള്ളവ മുറിച്ച് മാറ്റാം. അപ്പോൾ ഇങ്ങനെ മുറിച്ച് മാറ്റുന്ന ചക്ക നമുക്ക് ഇടിച്ചക്കയായിട്ട് വേണമെങ്കിൽ വിൽക്കാം, അല്ലെങ്കിൽ വീട്ടിൽ കറി വെക്കാനും എടുക്കാം. മഴക്കാലം വന്നതോടുകൂടി കോപ്രോക്സി ക്ലോറൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലെന്ന തോതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കുമിൾ രോഗ വ്യാപനം അഥവാ ഫംഗസ് ബാധ ഇല്ലാതാക്കാൻ സഹായിക്കും. അതുപോലെ ഏക്കറിന് 300 കിലോ എന്ന തോതിൽ ഡോളോമേറ്റ് നൽകാൻ ശ്രദ്ധിക്കണം. ഈ ഡോളോമേറ്റ് എന്ന് പറഞ്ഞാൽ മണ്ണിലെ അസിഡിറ്റി കുറയ്ക്കുകയും pH ക്രമീകരിച്ച് നിർത്തുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ മണ്ണിലെ pH ക്രമീകരിച്ച് നിർത്തുന്ന വഴി ചെടികളുടെ വേരുകൾക്ക് പോഷകങ്ങൾ വളരെ എളുപ്പം വലിച്ചെടുക്കാൻ സഹായിക്കും. പൂവിട്ട് കഴിഞ്ഞാൽ പൊട്ടാഷ്, മൈക്രോ ന്യൂട്രിയൻസ് പോലുള്ള വളങ്ങൾ നൽകാം. അതിൽ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ ചെടിക്ക് വളരെ ചെറിയ തോതിൽ വേണ്ട പോഷകങ്ങളാണ്. അപ്പോൾ ഇതില്ലാതിരിക്കുമ്പോഴാണ് ഈ ചെടിയിലെ ഇലകളൊക്കെ മഞ്ഞളിച്ച് നിൽക്കുകയും അല്ലെങ്കിൽ വളർച്ച മുരടിച്ച് നിൽക്കുകയൊക്കെ ചെയ്യുന്നത്. വിളവെടുപ്പിന് ശേഷം കമ്പോസ്റ്റ് ചെയ്ത കാലിവളവും NPK മുതലായ വളങ്ങളും നൽകുന്നത് ചെടിയുടെ പിന്നീടുള്ള വളർച്ചയെ സഹായിക്കും. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ പ്ലാവ് കൃഷിക്ക് വളരെ അനുകൂലമായതിനാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ വളരെ ലാഭം നൽകുന്ന ഒരു കൃഷി തന്നെയാണ്.